ആ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എഗ്രിമെന്റിന്റെ ഏതെങ്കിലും ടേംസിലോ കണ്ടീഷൻസിലോ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഡിസ്പ്യൂട്ട് എങ്ങനെ സെറ്റിൽ ചെയ്യാം, ഏത് കോടതിക്കായിരിക്കും അതിന് അധികാരം ഉണ്ടായിരിക്കുന്നത്, നമ്മളെ ഡ്യൂ ഡിലിജൻസ് നടത്തി ആ കമ്പനി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ശരിയായ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കമ്പനിയാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് സെക്യൂരിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റി ഉള്ള കമ്പനിയാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് നമുക്ക് വേണ്ടി വന്നാൽ നോട്ടറൈസ് ചെയ്തുണ്ടാക്കാം. അങ്ങനെ നോട്ടറൈസ്ഡ് എഗ്രിമെന്റ് ആണെങ്കിൽ അതിന് കൂടുതൽ ലീഗൽ വാലിഡിറ്റി കിട്ടും. എന്നാൽ ചില എഗ്രിമെന്റുകൾക്കൊക്കെ ചിലപ്പോൾ നോട്ടറൈസേഷൻ സാധ്യമല്ല എന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ രണ്ട് കൂട്ടരും തമ്മിൽ ഒപ്പിട്ടിട്ട് ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി, അതുപോലെ വിറ്റ്നസസ്, ആവശ്യമായ വിറ്റ്നസസ് അവരൊക്കെ ഒപ്പിട്ട് വാങ്ങിക്കുക, ആ എഗ്രിമെന്റ് ഉണ്ടാക്കുക. അതിനുശേഷം ആ എഗ്രിമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. ആ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് എത്ര കാലത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനുശേഷം ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു തരുന്നതിന്റെ കണ്ടീഷൻസ്, നമ്മൾ മുടക്കുന്ന പണം, ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, ആ എമൗണ്ടിന് നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ലാഭം, അത് ഏത് തരത്തിലാണ് ലാഭം നമുക്ക് ലഭിക്കുന്നത്, അത് പെർസെൻറ്റേജ് ബേസിസിലാണോ ലാഭം ഫിക്സ് ചെയ്യുന്നത്, അതോ നമുക്കൊരു നെറ്റ് പ്രോഫിറ്റിന്റെ ഭാഗമായിട്ടാണോ ലാഭം ലഭിക്കുന്നത്, അത് വ്യക്തമായിട്ടും എഗ്രിമെന്റിൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ എഗ്രിമെന്റിൽ നിന്ന് എന്നാണ് എക്സിറ്റ് ആവുന്നത്, ആ എഗ്രിമെന്റിൽ നിന്ന് രണ്ടുപേർക്കും എക്സിറ്റ് ആവാനുള്ള ഗ്രൗണ്ട്സ്, അതിന് എത്ര മാസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം, അത് വ്യക്തമായിട്ടും എഗ്രിമെന്റിൽ കാണിച്ചിരിക്കണം. ടെർമിനേഷൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഏതെങ്കിലും കാരണവശാല് ഈ എഗ്രിമെന്റിന്റെ ഏതെങ്കിലും ടേംസിലോ കണ്ടീഷൻസിലോ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഡിസ്പ്യൂട്ട് എങ്ങനെ സെറ്റിൽ ചെയ്യാം, ഏത് കോടതിക്കായിരിക്കും അതിന് അധികാരം ഉണ്ടായിരിക്കുന്നത്. അതിപ്പം ഉദാഹരണത്തിന് പലപ്പോഴും ദുബൈയിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ഒന്നുകിൽ ദുബൈ കോർട്ട് വെക്കാറുണ്ട്, അതല്ലെങ്കിൽ ആർബിട്രേഷൻ വെക്കാറുണ്ട്. ദുബൈ ഇന്റർനാഷണൽ ആർബിട്രേഷൻ മുഖേന അത് പ്രശ്നം പരിഹരിക്കണം എന്ന് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ DIFC കോർട്ടിലാണെങ്കിൽ അങ്ങനെ വെക്കാറുണ്ട്. അതുപോലെ അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് കോർട്ടുണ്ട്. അങ്ങനെ ഏത് ജൂറിസ്ഡിക്ഷൻ ആണോ അത് വ്യക്തമായിട്ടും ആ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റിൽ കാണിച്ചിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഒന്നുകിൽ ആർബിട്രേഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ കോടതി, ഇത് രണ്ടിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് പ്രധാനമായിട്ടും കാണിച്ചിരിക്കേണ്ട ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് മതിയായ ഗ്യാരണ്ടി നമ്മൾ വാങ്ങിച്ചു വെക്കണം. അത് പേഴ്സണൽ ഗ്യാരണ്ടി ആണെങ്കിൽ പോസ്റ്റേറ്റഡ് ചെക്സ്, മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാം. അതുപോലെ കോർപ്പറേറ്റ് ഗ്യാരണ്ടിയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് മറ്റെന്തെങ്കിലും അതുപോലുള്ള അദ്ദേഹത്തിന്റെ മറ്റു സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഗ്യാരണ്ടി മേഡം വാങ്ങിച്ചു വെക്കാം. ആ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ കൂടുതൽ നമുക്കത് ഈടാക്കി എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗ്യാരണ്ടി എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റിൽ സാക്ഷികളും ഒപ്പിട്ടിരിക്കണം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ഒപ്പിടുന്നത് ആ കമ്പനിയുടെ ഫുൾ അതോറിറ്റി ഉള്ള വ്യക്തി തന്നെ ആയിരിക്കണം. കമ്പനി ഒരാളിന്റെ പേരിൽ കൊടുത്തിരിക്കുകയും ആ കമ്പനിക്ക് വേണ്ടി പാർട്ട്ണർ ഒപ്പിടുകയും ചെയ്താൽ അത് ബൈൻഡിങ് ആകത്തില്ല. എന്നാൽ ഒരു പവർ ഓഫ് അറ്റോർണി കമ്പനിയുടെ മാനേജർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വ്യക്തിക്ക്, ആ പവർ ഓഫ് അറ്റോർണി വാലിഡ് ആയിട്ടുള്ള പവർ ഓഫ് അറ്റോർണിയാണ്. അദ്ദേഹത്തിന് ഇതുപോലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനുള്ള പവർ ആ പവർ ഓഫ് അറ്റോർണിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ഒപ്പിടുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല.